ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹൗസിൽ ഈ ഫാമിലി മെമ്പേഴ്സ് വരുന്ന റൗണ്ട് നടക്കുകയാണ്. അപ്പം നമ്മളുടെ ആദിലെ നൂറെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവരുടെ ഫാമിലി മെമ്പേഴ്സ് വരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവരുടെ ഫാമിലി വന്നിട്ടില്ല, വരികയുമില്ല. കാരണം ഇന്നലെ അവർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലെത്തിയിരിക്കുന്നത് ദിയ സനയാണ്. ദിയ സന എന്ന് പറഞ്ഞാൽ ഇവരെ പുറത്ത് വെച്ചിട്ടാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അവരുടെ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിയ സന നൂറയ്ക്കും ആദിലയ്ക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ട്. അവരുടെ വീട്ടുകാരെന്തായാലും അവരെ തഴഞ്ഞു കളഞ്ഞ ഒരു രീതിയാണ്. പക്ഷെ അത് ഒരു തെറ്റായ കാര്യമെന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ രണ്ട് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് അവരൊരു ലൈഫ് ഷെയർ ചെയ്യുമ്പം അത് അവരുടെ തെറ്റല്ല എങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ വീട്ടുകാരും കൂടെ മനസ്സ് കാണിക്കണം. ഒരു പക്ഷേ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരെ അംഗീകരിച്ചാൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളോ രണ്ടുമാകാം. കാരണം നമ്മളുടെ സമൂഹമാണ് പറഞ്ഞ കൂട്ട് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പം അവർ ഇത്രയും നാളും അവരെ അകറ്റി നിർത്തിയത് കൊണ്ട് ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതായിരിക്കും. പ്രത്യേകിച്ചും ഇതിനകത്തൊക്കെ ഈ പറയുന്ന കൂട്ട് മതങ്ങൾ അല്ലെങ്കിൽ അത് അവരുടേതായ അങ്ങനെയുള്ള അവരുടെ ടോപ്പിലിരിക്കുന്നവരൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാവാം ഒരു പക്ഷേ വീട്ടുകാർ ഇവരെ ഇത്രയും ഒഴിവാക്കി നിർത്തുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ വലിയൊരു പ്രതീക്ഷയായിരുന്നു, ആദിലയുടെയും നൂറയുടെയും വലിയൊരു പ്രതീക്ഷയായിരുന്നു പേരൻസ് വരുമെന്ന്. അനീഷുമായിട്ടിരുന്നൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പേരൻസ് വരത്തില്ല, അവരെ അങ്ങനെ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമുക്കത് പ്രതീക്ഷിക്കേണ്ട. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.